Far from the Madding Crowd, written by Thomas Hardy. സമ്മറിയിലേക്ക് പോവാം. ബാറ്റ്ഷബ ഇബഡീൻ അവരുടെ അങ്കിളിൻ്റെ ഫാം ഇൻഹെറിറ്റ് ചെയ്യാണ് ആൻഡ് ഡിസൈഡ്സ് ടു മാനേജ് ഇറ്റ് ബൈ ഹെർ സെൽഫ്. അൺകൺവെൻഷണൽ ഫോർ എ വുമൺ ഇൻ ദ 19th സെഞ്ച്വറി. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു നോവലിൻ്റെ. ഓവർ ദ കോഴ്സ് ഓഫ് ദ നോവൽ ഷീ ബിക്കംസ് ഒബ്ജക്റ്റ് ഓഫ് അഫെക്ഷൻ ഫോർ 3 വെരി ഡിഫറെൻറ്റ് സ്യൂട്ടേഴ്സ്. ഗബ്രിയേൽ ഓക്ക്, a humble, honest and loyal shepherd who proposes to Bathsheba early on. അയാളെ റിജക്റ്റ് ചെയ്യാണ്, ബട്ട് ഹി റിമെയിൻസ് എ സ്റ്റഡി പ്രസൻസ് ഇൻ ഹർ ലൈഫ് ആൻഡ് ഇവൻച്വലി ബിക്കംസ് എ ഫാം മാനേജർ ആഫ്റ്റർ സഫറിംഗ് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ റൂൾ. മിസ്റ്റർ ബോൾഡ്വുഡ് ആണ് രണ്ടാമത്തെ ആൾ, എ വെൽതി മിഡിൽ ഏജ് ബാച്ചിലർ ആൻഡ് നെയ്ബറിംഗ് ഫാമർ. ബാത്ഷബ അവർക്കൊരു വാലന്റൈൻ ഒരു ജോക്കായിട്ട് അയക്കുകയാണ്, ബട്ട് ഹി ടേക്സ് ഇറ്റ് സീരിയസ്ലി, ഫോളിംഗ് ഡീപ്ലി ഇൻ ലവ് വിത്ത് ഹർ. ഹിസ് ഒബ്സഷൻ ഗ്രോസ് ഡേഞ്ചറസ്ലി ഓവർ ടൈം. അടുത്തത് സർജൻറ്റ് ഫ്രാൻസിസ് ട്രോയ് ആണ്, എ ഫ്ലാഷി റെക്ലെസ് ആൻഡ് ചാമിങ് സോൾജിയറാണ്. ബാത്ഷബ is swept away by his charm and impulsively marries him, only to realize too late that he is irresponsible and still in love with another woman, Fanny Robin, who dies tragically. Tension builds as Troy disappears and is presumed dead, and Boldwood pressures Bathsheba to marry him. Fanny Robin actually സർജൻറ്റ് മാരി ചെയ്തതായിരുന്നു, ബട്ട് അവരെ ശരിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മിസ്ട്രീറ്റ് ചെയ്യുകയാണ് സർജൻറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് ബാത്ഷബയെ മാരേജ് ചെയ്തു. രണ്ടുപേരെയും ചീറ്റ് ചെയ്യുമായിരുന്നു. ടെൻഷൻ ബിൽഡ്സ് as Troy disappears. When Troy unexpectedly returns, Boldwood in a fit of jealousy and despair kills him. Boldwood ഇംപ്രിസൺ ചെയ്യപ്പെടുകയാണ് and Bathsheba is left to reflect on all that happened. In the end, she realizes the value of Gabriel Oak's quiet strength and loyalty. നോവലിൽ എൻഡ് ചെയ്യുന്നത് ബാത്ഷബ ആൻഡ് ഗബ്രിയേൽ ഫൈൻഡ് മാരിങ്, മാർക്കിംഗ് എ ഹോപ്പ്ഫുൾ ആൻഡ് ഇമോഷണലി സാറ്റിസ്ഫൈങ് റെസൊല്യൂഷൻ. തീംസിലേക്ക് പോവാം. ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എക്സ്പ്ലോർസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലവ്. എന്തൊക്കെയാണ് ട്രൂ ലവ്, ഒബ്സഷൻ ആൻഡ് ഇൻഫാച്യുവേഷൻ. ഇൻഡിപെൻഡൻസ് ആൻഡ് ജെൻഡർ റോൾസ്. ബാത്ഷബ ചാലഞ്ചസ് സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻസ് ഓഫ് വുമൻ. ഫെയ്റ്റ് ആൻഡ് ട്രാജഡി. ഇമ്പൾസീവ് ഡിസിഷൻസിൻ്റെയും അൺപ്രെഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫിൻ്റെയും കോൺസിക്വൻസസിലേക്ക് ഒരു വഴി കാണിക്കുകയാണ് ഫെയ്റ്റ് ആൻഡ് ട്രാജഡി. നേച്ചർ ആൻഡ് റൂറൽ ലൈഫ്. ഹാർഡി പെയിൻസ് എ വിവിഡ് പിക്ചർ ഓഫ് റൂറൽ ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റ്സ് കസ്റ്റംസ്. റൂറൽ ഇംഗ്ലണ്ടിൻ്റെയും കസ്റ്റംസിൻ്റെയും ഒരു വിവിഡ് പിക്ചർ പെയിൻറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കാണിച്ചു തരികയാണ് ഹാർഡി. ക്യാരക്ടർ സ്കിച്ചിലേക്ക് പോകാം. ബാത്ഷബ എബഡീൻ ഇൻഡിപെൻഡൻറ്റ്, പ്രൗഡ്, ഇമ്പൾസീവ് ആൻഡ് ഇൻ്റലിജൻറ്റ് ലേഡിയാണ്. ഷീ ഈസ് എ നോവൽസ് ഹീറോയിൻ, എ സ്ട്രോങ് സ്പിരിറ്റഡ് യങ് വുമൺ ഹു ഡിഫൈസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് വിമൻ ഇൻ ഹർ ടൈം. അവർ ഒരു ഫാം ഇൻഹെറിറ്റ് ചെയ്യുകയാണ് ആൻഡ് ട്രാൻസിറ്റ് ബൈ ഹെർ സെൽഫ്, ഷോയിങ് കോമ്പീറ്റൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. ഇമ്പൾസീവ് ആണ്, തോട്ട്ലെസ് ആണ്, പർട്ടിക്കുലർലി ഇൻ ഹർ റൊമാൻറ്റിക് ഡിസിഷൻസ്. Through her novel, she matures and learns to value steady love over passionate feelings. Her character shows a movement from vanity and impetuousness to humility and wisdom. Her character development ഉണ്ടാവുന്നത് ത്രൂ ഔട്ട് ദ സ്റ്റോറി. അവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ അവർക്കൊരു നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരെടുത്ത ഡിസിഷൻസ് പലതും തെറ്റായി പോയിട്ടുമുണ്ട്, ബട്ട് ഗ്രാജുവലി അവർ നല്ല ഡിസിഷനിലേക്ക് എത്തുകയാണ്. ഗബ്രിയേൽ ഓക്ക് ലോയൽ, പേഷ്യൻറ്റ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് വൈസ് ആണ്. ഷെപ്പേർഡാണ്, ഹൂ റെപ്രസെൻറ്റ്സ് ദ ഐഡിയൽ ഓഫ് കൺസിസ്റ്റൻസി ആൻഡ് ക്വയറ്റ് സ്ട്രെങ്ത്. ബാത്ഷബ ഇയാളെ റിജക്റ്റ് ചെയ്തതിനു ശേഷം ഹി റിമെയിൻസ് ഡിവോട്ടഡ് ടു ഹെർ, ഹെൽപ്പിംഗ് ഹർ മാനേജ് ഹർ ഫാം ആൻഡ് സപ്പോർട്ടിംഗ് ഹർ ത്രൂ എവറി ട്രയൽ. കാമാണ്, റാഷണലാണ്, മോറലി അപ്രൈറ്റ് ആണ്, ഓഫൻ ദ വോയിസ് ഓഫ് റീസൺ. His deep but patient love for Bathsheba is in contrast to the reckless or obsessive nature of her other suitors. ഇയാളാണ് ബാത്ഷബയെ ട്രൂ ആയിട്ട് ലവ് ചെയ്യുന്നത്. മറ്റേതൊക്കെ വെറും ഒബ്സഷനാണ്, അല്ലെങ്കിൽ അത് ട്രൂ ലവ് അല്ല. ഇയാളാണ് ശരിക്കും അവരെ നന്നായിട്ട് ലവ് ചെയ്യുന്നത്. അയാളുടെയാണ് ജെനുവിൻ ആയിട്ടുള്ള ലവ്. ഹി ഇവൻച്വലി വിൻസ് എ ലവ് ബൈ സിംപ്ലി ബീയിങ് ദേർ ഫോർ ഹർ ഓൾവേസ്. സർജൻറ്റ് ഫ്രാൻസിസ് ട്രോയ് charismatic, reckless, shallow and tragic ആണ്. ഡാഷിംഗ് സോൾജിയർ ഹൂസ് charm initially sweeps Bathsheba off her feet. ഈ ഒരു മാസ്കിന് പുറകിൽ he is irresponsible and self-centered. He treats love lightly and is emotionally manipulative towards Bathsheba and Fanny Robin, the woman he truly loves but neglects. ഈ ഫാനി റോബിനെ ഇയാൾ സ്നേഹിച്ചിരുന്നു, പക്ഷേ അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. he neglected his love for her. അവരെയാണ് ഇയാൾ ട്രൂലി ലവ് ചെയ്തിരുന്നത്. അതുകൊണ്ട് അത് ഹാൻഡ് ബാത്ഷബയെ അയാൾ മിസ്ട്രീറ്റ് ചെയ്യുകയും ചീറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ട്രോയ്സ് കെയർലെസ്നെസ് ആൻഡ് poor choices lead to heartbreak and ultimately his own downfall. He adds drama and tragedy to the story and acts as a cautionary figure. Mr. William Boldwood
റിസർവ്ഡ് ആണ്, ഇൻറ്റൻസ് ആണ്, ഒബ്സസീവ് ആണ്, ട്രാജിക് ആണ്. വെൽതി solitary farmer who becomes dangerously obsessed with Bathsheba after she sends him quarantine as a joke. അവരത് ജോക്കായിട്ട് ചെയ്താണെങ്കിൽ ഇയാളത് സീരിയസ്ലി എടുക്കുകയാണ് ചെയ്യുന്നത്. He is earnest and emotionally repressed, which makes his infatuation all-consuming. Bathsheba repeatedly avoids or delays answering his proposals, പക്ഷേ ഇയാളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഡിറ്റീരിയോറേറ്റ് ചെയ്യും. His act of violence towards Troy ഒരു ട്രാജിക് ക്ലൈമാക്സ് ആണ് that shows how obsession can wrap even the most respectable people. അയാളുടെ ഒബ്സഷൻ അയാളുടെ ഡൗൺഫോളിലേക്ക് നയിക്കുകയാണ്. ബോളിവുഡ് ഇസ് എ സിമ്പത്തറ്റിക് ഫിഗർ ബട്ട് എ വാർണിംഗ് അഗെയിൻസ്റ്റ് അൺചെക്ഡ് ഫിക്സേഷൻ. അൺചെക്ഡ് ഡിസയേഴ്സിനെതിരെയുള്ളൊരു വാർണിംഗ് ആണ് ബോളിവുഡിൻ്റെ ക്യാരക്ടർ ഇവിടെ തരുന്നത്. ഫാനി റോബിൻ ജെന്റിൽ, നേവ് ആൻഡ് ട്രാജിക് ആണ്. പുവർ യങ് വുമൺ ഹു വാസ് ക്വൈറ്റ് സബ്പ്ലോട്ട് ഇൻ ദ നോവൽ. അവരൊരു ട്രാജിക് എൻഡിങ് ആണ്, ബട്ട് ഹൂ സ്റ്റോറി ഈസ് ക്രൂഷ്യൽ. ഷീ ഈസ് ഇൻ ലവ് വിത്ത് ട്രോയ് ആൻഡ് ഈസ് ഡീപ്ലി റൗണ്ട് ബൈ ഹിം. അവരെ അയാൾ ചീറ്റ് ചെയ്യായിരുന്നു. ഈവൻ ദോ ഹി ട്രൂലി ലവ്ഡ്, അയാളത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ്. ഹർ ട്രാജിക് ഫേറ്റ്, ഡൈയിങ് ഇൻ പോവർട്ടി വിത്ത് ഹർ illegitimate child, serves as a sharp contrast to Bathsheba's more privileged position and highlights the double standards women faced. Bathsheba on the other hand അവർക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു, ബട്ട് ഫാനിക്ക് ആ ചോയ്സ് ഇല്ലായിരുന്നു. ഷീ ഈസ് ഫോഴ്സ്ഡ് ഇൻ പോവർട്ടി ആൻഡ് ഡെത്ത്. ഡബിൾ സ്റ്റാൻഡേർഡ്സ് വിമൻ ഫേസ്ഡ്, അതാണ് ഈ ഒരു ഫാനി റോബിൻ എന്ന ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. Fanny's story is heartbreaking and serves as a moral turning point in the novel. തീംസിലേക്ക് പോകാം. ലവ് ഇൻ ഇറ്റ്സ് മെനി ഫോംസ്. ഹാർഡി എക്സ്പ്ലോർ ചെയ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലവ് ത്രൂ ബാറ്റ്ഷെബാസ് 3 suitors. ഗബ്രിയേൽ ഓക്ക്, ഹു റെപ്രസെൻറ്റ്സ് സ്റ്റെഡ്ഫസ്റ്റ് സെൽഫ്ലെസ് ലവ്, എൻഡ്യൂറിങ് ആൻഡ് പേഷ്യൻറ്റ്. അയാളാണ് ഇവരെ ട്രൂലി ലവ് ചെയ്തിരുന്നത്. സർജൻ ട്രോയ് സിംബലൈസസ് പാഷനേറ്റ് റെക്ലെസ് ലവ് ഡ്രിവൺ ബൈ ചാം ആൻഡ് ഡിസയർ ബട്ട് ലാക്കിംഗ് ഡെപ്ത്. അയാൾ ട്രൂലി ഇവരെ ലവ് ചെയ്തിരുന്നത്, അത് ഒബ്സഷൻ മാത്രമായിരുന്നു. മിസ്റ്റർ ബോൾവുഡും ഒബ്സസീവ് ആൻഡ് പൊസസീവ് ലവ് ആയിരുന്നു, ലീഡിങ് ടു ട്രാജഡി. അവരെ ട്രൂലി ലവ് ചെയ്തിരുന്നില്ല മിസ്റ്റർ ബോൾവുഡും, അത് ഒരു പാഷൻ മാത്രമായിരുന്നു. ദ നോവൽ സജസ്റ്റ് ദാറ്റ് ട്രൂ ലവ് ഇസ് നോട്ട് ഡ്രമാറ്റിക് ഓർ കൺട്രോളിംഗ് ബട്ട് കാം, കൺസിസ്റ്റന്റ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ മ്യൂച്വൽ റെസ്പെക്ട്. വൺസ് ഗബ്രിയേലിനെ റിജക്ട് ചെയ്തിട്ടും ഗബ്രിയേല അവരുടെ കൂടെ തന്നെ നിന്നു. അൺലൈക്ക് അതർ 2 people അവരെ പെർസ്യൂ ചെയ്യാൻ നോക്കിയില്ല, എപ്പോഴും അവരുടെ കൂടെ തന്നെ നിന്നത് ഗബ്രിയേൽ ഓക്ക് തന്നെയായിരുന്നു. ഫെയ്റ്റ് ഇൻ ചാൻസ്. Hardy shows how small decisions or coincidences drastically change lives. ബാച്ച്ബയുടെ വാലന്റൈൻ ടു ബോളിവുഡ് ഓഫ് ഫാനി റോബിൻ ഗോയിങ് ടു ദ റോങ് ചർച്ച്, ഇതെല്ലാം ഫെയ്റ്റും ചാൻസുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. തീം റിഫ്ലെക്ട്സ് ഹാർഡീസ് ബിലീഫ് ഇൻ അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫ് ആൻഡ് ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ കൺട്രോൾ. ഹ്യൂമൻ കൺട്രോളിൻ്റെ ലിമിറ്റേഷനും അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ലൈഫും ആണ് ഹാർഡി ഇതിൻ്റെ അകത്ത് കാണിച്ചു തരുന്നത്. Independence and gender roles. Bathsheba ഒരു റെയർ ഫിഗറാണ് ഇൻ വിക്ടോറിയൻ ലിറ്ററേച്ചർ ബിക്കോസ് ഷീ ഈസ് സ്ട്രോങ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എംപവർഡ്. എ വുമൻ മാനേജിങ് ഹർ ഓൺ ഫാം ആൻഡ് മേക്കിംഗ് ഹർ ഓൺ ഡിസിഷൻസ്. ഒരു ഫാമാണ് അവർ മാനേജ് ചെയ്യുന്നത്. എ ജേർണി എക്സ്പ്ലോർസ് വാട്ട് ഇസ് മെന്റ് ടു ബി എ വുമൻ ഇൻ മെയിൽ ഡൊമിനേറ്റഡ് വേൾഡ് ആൻഡ് കോസ്റ്റ് ഓഫ് ട്രൈങ് ടു ലീവ് ഇൻഡിപെൻഡൻ്റ്ലി വൈൽ ഓൾസോ നാവിഗേറ്റിംഗ് റൊമാൻസ് ആൻഡ് റെപ്യൂട്ടേഷൻ. അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ത്രൂ ഔട്ട് ദി സ്റ്റോറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേച്ചർ ആൻഡ് റൂറൽ ലൈഫ്. ഇംഗ്ലീഷ് കൺട്രി സൈഡ് ഈസ് ജസ്റ്റ് എ സെറ്റിംഗ്. ഒരു ക്യാരക്ടറാണ്, ഒരു ക്യാരക്ടറായിട്ട് തന്നെ കാണാം നേച്ചർ ആൻഡ് റൂറൽ ലൈഫിനെ. ഈ നേച്ചർ ആൻഡ് റൂറൽ ലൈഫിൽ നേച്ചറിൻ്റെ ബ്യൂട്ടി ഇവരുടെ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ലൈഫിനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി. ഹാർഡി പ്രസൻസ് റൂറൽ ലൈഫ് വിത്ത് ബ്യൂട്ടി ആൻഡ് ഹാർഷ്നെസ്. റിതംസ് ഓഫ് ഫാമിംഗ്, ദ സീസണിങ് ആൻഡ് ദ ലൈവ്സ് ഓഫ് ലേബറേഴ്സ് ഓൾ ക്രിയേറ്റ് എ വിവിഡ് ബാക്ക്ഡ്രോപ്പ് ആൻഡ് റിഫ്ലെക്ട്സ് ദി ഇമോഷണൽ ടോൺ ഓഫ് ദ നോവൽ. ഒരു ഇമോഷണൽ ടോണിൻ്റെ, നോവലിൻ്റെ ഒരു ഇമോഷണൽ സൈഡിനെ റിഫ്ലെക്റ്റ് ചെയ്യാണ് നേച്ചർ ആൻഡ് റൂറൽ ലൈഫ് ചെയ്യുന്നത്. പ്രൈഡ് ആൻഡ് ഹ്യൂമിലിറ്റി. മെനി ക്യാരക്ടേഴ്സ് സ്ട്രഗിൾ വിത്ത് പ്രൈഡ്. ബാച്ച്ബയുടെ പ്രൈഡ് ലീഡ്സ് ടു റിജക്ട് ഗബ്രിയേൽ ആൻഡ് ഫോൾ ഫോർ ട്രോയ്. പക്ഷെ അവരൊരു റോങ് ഡിസിഷനായിരുന്നു എടുത്തിരുന്നത്. ട്രോയുടെ അറഗൻസ് ഫാനിയുടെ ഡിവോഷനിൽ നിന്ന് ബ്ലൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബോൾവുഡ്സ് പ്രൈഡ് ഇൻ ഹിസ് ഇമേജ് pushes him to obsession. The novel shows how pride can be destructive and humility and resilience lead to true growth and happiness. Tragedy and redemption. ഹാർഡി ട്രാജിക് എലമെൻറ്റ്സ് കാണിച്ചു തരുന്നു. ഡെത്ത്, ഹാർട്ട് ബ്രേക്ക്, ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ സ്റ്റോറി ബട്ട് ഇറ്റ് എൻഡ്സ് ഓൺ ഹോപ്പ്ഫുൾ നോട്ട്. ബാത്ഷെബയുടെയും ഗബ്രിയേലിൻ്റെ യൂണിയൻ സജസ്റ്റ് ദാറ്റ് റിഡംപ്ഷൻ ഈസ് പോസിബിൾ ത്രൂ പേഷ്യൻസ്, ഗ്രോത്ത് ആൻഡ് എൻഡ്യൂറിംഗ് ലവ്.